എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ മുനീശ്വരംകോലി ചെറിയൊരു ഹോട്ടലിൽ കുറച്ച് മാസങ്ങളായിട്ടാണ് ലഗോൺ ബിരിയാണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏകദേശം പോയത് ഒരു 12 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി വന്നിട്ടില്ലായിരുന്നു. ലഗോൺ ബിരിയാണി ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ ഇതൊരു സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ കുട്ടികൾ ഒരുപാടുണ്ട്. സ്കൂളാണ് ഇപ്പോൾ IT ആണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഇവിടുന്ന് പൊറോട്ടയും പത്തലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർ നല്ല സാലഡ് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിയൊക്കെ അതൊരു വലിയൊരു ഉപകാരം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 1 മണിയാകുമ്പോൾ ഇവിടെ ബിരിയാണി എത്തി. ബിരിയാണി ഇവിടുന്ന് ആക്കുന്നില്ല, പുറത്തുനിന്ന് ആക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. കാരണം ഇത് ചെറിയൊരു അടുക്കളയാണ്, അവിടെ അതിനുള്ള സ്പേസിൽ. അപ്പോൾ 150 രൂപയാണ് ഈ ബിരിയാണിക്ക് വരുന്നത്. ലഗോൺ ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ കൊണ്ടുവന്ന അവിടെ അന്നത്തെ ബിരിയാണി കഴിക്കുന്നത് ഞാനാണ്. കാരണം ഞാൻ 12 മണി വരെ ഒരു 1 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ചാർ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് അച്ചാറാണ് കേട്ടോ. പിന്നെ സാലഡ് നല്ല സാലഡായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഉച്ചക്കത്തെ ആൾക്കാർ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ചെറിയൊരു സെറ്റപ്പാണ്. 2 മുറിയായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഇവിടുത്തെ അരി ഉണ്ടല്ലോ, എനിക്ക് ബിരിയാണിയുടെ അരി എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി തടിയുള്ള ഒരു അരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് കട്ടിയുള്ള ഒരു അരി, എനിക്ക് നല്ല നേരിയ അരിയാണ് എനിക്ക് ഇഷ്ടം. ഇവർ മീൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവർ സർവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ചേട്ടന്മാരാണ്. ഇവർ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് തരുന്നുണ്ട്. അതൊന്നൊരു മടിയില്ലാണ്ട് ഇവർ തരും. അപ്പോൾ ഇത് ഭഗവതി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് കണ്ണൂർ മുനീശ്വരംകോവിൽ അടുത്തുള്ളൊരു ഹോട്ടലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 150 രൂപയ്ക്ക് കണ്ണൂർ കിട്ടുന്ന ലഗോൺ ബിരിയാണീൻ്റെ ഒരു ആവറേജ് ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോന്നാണ്. ലഗോൺ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണ് ഒന്ന് പോയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ഹോട്ടലായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ.